ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ബിജെപി ഔദ്യോഗിക നേതൃത്വം. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി തീരുമാനമെടുപ്പിച്ചതിന് രാജീവ് ചന്ദ്രശേഖറിന് ജില്ലാ അധ്യക്ഷ ML അശ്വിനി നന്ദി പറഞ്ഞു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ മത്സരത്തിനിറങ്ങുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഔദ്യോഗിക നേതൃത്വത്തിന് ML അശ്വിനി നന്ദി അറിയിച്ചത്. തീരുമാനം വന്നയുടൻ കെ സുരേന്ദ്രൻ, നിതിൻ ഗഡ്കരി അടക്കമുള്ളവർക്ക് നന്ദി അറിയിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇവിടെ BJP ആണ് ഇടപെട്ടിട്ടുള്ളത്. അത് സ്റ്റേറ്റ് ഘടകം, ജില്ലാ ഘടകം, അതേപോലെ നാഷണൽ ലെവൽ ലീഡേഴ്സ് ഇതിന്റെ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇന്ന് വിജയം സാധിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് വഴി ആയിട്ട് ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് പ്രസിഡന്റ് ഇസ് ദ മെയിൻ റോളാണ് എല്ലായിടത്തും. ഇവിടുത്തെ MLA അത് അറിയാണ്ട്, ബിക്കോസ് എങ്ങനെയാണ് പോവണം എന്ന് അറിയാണ്ട് ജനങ്ങൾക്ക് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ മുന്നോടി വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ആ ജനകീയ കൂട്ടായ്മത്തിന് സമരം തോറ്റുപോയി. ബിക്കോസ് കോടതിയിൽ വിധി വന്നു. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, അവകാശവാദങ്ങൾ അന്തരീക്ഷത്തിൽ പലതുണ്ട്. എന്തായാലും അശ്വിനി നേരിട്ട് മാധ്യമങ്ങളോട് തന്നെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് നടത്തിയ കാര്യങ്ങളെ കുറിച്ച് നന്ദി പറയുന്നു. ഒപ്പം കുമ്പളയിൽ ഔദ്യോഗികമായി BJP നേതാക്കൾ എല്ലാവരും കൂടി പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് ഇത് നിർത്തലാക്കിയതിൽ. ഇപ്പോൾ സുരേന്ദ്രനാണെങ്കിൽ ഫേസ്ബുക്കിൽ നിതിൻ ഗഡ്കരിക്ക് നന്ദി അറിയിക്കുന്നു. എന്തൊക്കെ സംഭവിക്കുന്നു? റോഷ്നി, മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ കെ സുരേന്ദ്രൻ വീണ്ടും എത്തുകയാണ്. സ്വാഭാവികമായിട്ടും കുമ്പളം ടോള് മഞ്ചേശ്വരത്തെ വലിയൊരു വികസന പ്രശ്നമായി അല്ലെങ്കിൽ ജനകീയ പ്രശ്നമായി ഉയർന്നു വരികയും ചെയ്ത സാഹചര്യത്തിൽ ആ പ്രശ്നത്തിൽ ഇടപെട്ടു എന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത് തികച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിനിടയിലാണ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി വന്ന് ഇക്കാര്യത്തിൽ ഇടപെട്ടത്. രാജീവ് ചന്ദ്രശേഖറാണ്, അതായത് സംസ്ഥാനത്ത് BJPയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയുമായി നിരന്തരം ബന്ധപ്പെട്ട് അതിൻ്റെ ഫലമായിട്ടാണ് കുമ്പളം ടോൾ പ്ലാസയിൽ ഇപ്പോൾ ടോള് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ മറ്റാരും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കേണ്ട. തൽക്കാലം നമുക്ക് അപ്പോൾ മഞ്ചേശ്വരം MLAയും ആക്ഷൻ കമ്മിറ്റിക്കും എതിരെയൊക്കെയാണ് എന്ന് പറയാമെങ്കിൽ കൂടി കെ സുരേന്ദ്രന്റെ പേര് ആ വാർത്താ സമ്മേളനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. കെ സുരേന്ദ്രൻ ഇടപെട്ടതിനെ കുറിച്ചും ചർച്ചയായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഔദ്യോഗിക നേതൃത്വം അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു, BJPയുടെ ക്രെഡിറ്റാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ഇരുദ്രവത്തിലാണ് BJPയിൽ. സ്വാഭാവികമായിട്ടും കെ സുരേന്ദ്രൻ മാത്രം അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് BJP ജില്ലാ അധ്യക്ഷനിലൂടെ തന്നെ എടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ML അശ്വിനിക്കും മഞ്ചേശ്വരത്ത് ഒരു കണ്ണുണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ പെട്ടെന്ന് വീണ്ടും വന്നിറങ്ങുമ്പോൾ അവിടെ അവസരം നഷ്ടപ്പെട്ടത് ML അശ്വിനിക്കാണ്. അതിൻ്റെ ഒരു കൊതിക്കറവുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. ഏതായാലും ആക്ഷൻ കമ്മിറ്റിക്കും AK അഷ്റഫിനും ഒന്നും പങ്കില്ല, അത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റാണ് എന്ന് പറയുകയും അതേസമയം തന്നെ ഇതിനാദ്യം അവകാശവാദം ഉന്നയിച്ച കെ സുരേന്ദ്രന്റെ പേര് പറയാതിരിക്കുകയും ചെയ്യുന്നത് BJPക്കുള്ളിലെ ആ ഒരു സംഘടനാ പ്രശ്നങ്ങളായിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ടോൾ പിരിവ് നിർത്തലാക്കിയതിൽ മുന്നണികൾ തമ്മിലുള്ള ഒരു അവകാശവാദം നടക്കുന്നു. അതിനിപ്പുറത്ത് BJPക്കകത്ത് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുകയാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്.